ലോകത്തെ ഒന്നടങ്കം ലഹരി പിടിമുറുക്കിയിരിക്കുകയാണ്. മാരക മയക്കുമരുന്നിന്റെ ഉപയോഗം ഇല്ലാതാക്കുന്ന ജീവനുകൾക്ക് കണക്കില്ല. ലോകത്തിന്റെ ഓരോ കോണിലും ലഹരിക്കടിമപ്പെട്ട ഓരോ ജീവനുകളെ കാണാൻ കഴിയും. ലഹരിക്കടിമപ്പെട്ടവർക്ക് പെട്ടെന്നൊരു ദിവസം ലഹരി കിട്ടാതായാൽ അവരുടെ മാനസിക നില തന്നെ തെറ്റും. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അത്രയും അപകടകരമായിരിക്കും ജീവിതം. മയക്കുമരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയുമായി ജയിലിൽ കഴിയുന്നത് ഒട്ടനവധി ആളുകളാണ്. അതിൽ സ്കൂൾ കുട്ടികളായ ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. യുവാക്കളെ പോലെ തന്നെ യുവതികളും മയക്കുമരുന്ന് വിൽപ്പനയിലും ഉപയോഗത്തിലും മുൻപിലാണ്. ചില സിനിമകളിലെല്ലാം തന്നെ കഞ്ചാവ് വലിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതിയെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. അതിന്റെ അനന്തരഫലങ്ങളെയും അവതരിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലൊരു സിനിമയാണ് തിളക്കം. ചിത്രത്തിൽ സലീം കുമാർ കഞ്ചാവ് വലിച്ച് അനായാസമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എല്ലാവരെയും ഒത്തിരിയേറെ ചിരിപ്പിച്ച ഒരു രംഗമായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ കഞ്ചാവ് എന്ന ഈ ലഹരി വസ്തുവിന്റെ മുഖം അത്ര തന്നെ രസകരമല്ല. സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലുമെല്ലാം ഇതിന്റെ ഭീകരവശങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലം മോഷണം, പീഡനം, കൊലപാതകം പോലുള്ള ഭീകരമായ കുറ്റകൃത്യങ്ങളിലേക്കാണ് ഇന്നത്തെ യുവതലമുറ നടന്നു നീങ്ങുന്നത്. മാരക മയക്കുമരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമായതോടെ ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ. കൊച്ചുകുട്ടികൾ വരെയും മയക്കുമരുന്നിന് അടിമകളാണ്. പുസ്തകം പാഠമാക്കേണ്ട കുഞ്ഞുങ്ങളുടെ ഓരോ അധ്യായവും കടന്നു പോകുന്നത് പുതിയ ഓരോ മാരക മയക്കുമരുന്നുകളുടെ അനുഭവങ്ങളിലൂടെയാണ്. കുഷ് എന്നു പേരുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗം വ്യാപകമായതിനു പിന്നാലെയാണ് പ്രസിഡന്റ് ജൂലിയസ് മാഡ ബിയോ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. കുഷിന്റെ ഉപയോഗം കാരണം മരണങ്ങൾ വർദ്ധിക്കുകയാണെന്നും മയക്കുമരുന്ന് ഉപയോഗം തടയാനായി പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപവൽക്കരിക്കാൻ നിർദ്ദേശവും നൽകി. മയക്കുമരുന്നിന് അടിമപ്പെട്ടവർക്ക് പരിചരണവും പിന്തുണയും നൽകാനായി പരിശീലനം നേടിയ പ്രൊഫഷണലുകളുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും പ്രത്യേക കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനാണ് തീരുമാനം. സോംബി മയക്കുമരുന്നായ കുഷിനെ മരണക്കെണിയെന്നാണ് സിയറ ലിയോൺ പ്രസിഡന്റ് വിശേഷിപ്പിച്ചത്. കുഷിന് അടിമകളായവർ മനുഷ്യരുടെ കുഴിമാടങ്ങൾ മാന്തുന്നത് സിയറ ലിയോണിൽ വ്യാപകമായിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ചില വിഷപദാർത്ഥങ്ങൾക്കൊപ്പം മനുഷ്യന്റെ അസ്ഥിയും ചേർത്താണ് കുഷ് എന്ന സോംബി മയക്കുമരുന്ന് നിർമ്മിക്കുന്നത്. അതിനാൽ തന്നെ മയക്കുമരുന്ന് നിർമ്മിക്കാനുള്ള അസ്ഥികൾക്കായി കുഴിമാടങ്ങൾ കുഴിക്കുന്നതും രാജ്യത്ത് നിത്യസംഭവമായിരിക്കുകയാണ്. കുഷിന് അടിമപ്പെട്ടവരാണ് ലഹരി മരുന്ന് നിർമ്മിക്കാനായി കുഴിമാടങ്ങൾ മാന്തുന്നത്. ഇത്തരത്തിൽ അസ്ഥികൾ മോഷ്ടിക്കാനായി രാജ്യത്താകെ ആയിരക്കണക്കിന് ശവകുടീരങ്ങൾ തകർക്കപ്പെട്ടതായാണ് വിവരം. ഇതേ തുടർന്ന് രാജ്യ തലസ്ഥാനമായ ഫ്രീ ടൗണിൽ ഉൾപ്പെടെ ശ്മശാനങ്ങൾക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുഷിന് അടിമകളായവർ വീർത്ത കൈകാലുകളുമായി തെരുവുകളിൽ കഴിയുന്നത് സിയറ ലിയോണിലെ സ്ഥിരം കാഴ്ചയാണ്. 6 വർഷം മുൻപാണ് ഈ മയക്കുമരുന്ന് ആദ്യമായി സിയറ ലിയോണിൽ പലരും ഉപയോഗിച്ചു തുടങ്ങിയത്. പിന്നീട് കുഷിന് യുവാക്കൾക്കിടയിൽ വൻ പ്രചാരം ലഭിച്ചതോടെ ഉപയോഗം വ്യാപകമായി. യുവാക്കൾ പലരും സോംബികളെ പോലെ തെരുവുകളിലൂടെ നീങ്ങുന്ന കാഴ്ചകളും രാജ്യത്ത് പതിവായി. കുഷിന്റെ ഉപയോഗം കാരണം മരണം സംഭവിച്ചവരുടെ ഔദ്യോഗിക കണക്കുകൾ ലഭ്യമല്ലെങ്കിലും ഏതാനും മാസങ്ങൾക്കിടെ 100 കണക്കിന് യുവാക്കൾ മയക്കുമരുന്ന് ഉപയോഗം കാരണം മരിച്ചെന്നാണ് ഫ്രീ ടൗണിലെ ഒരു ഡോക്ടർ പ്രതികരിച്ചത്. മയക്കുമരുന്നിന്റെ ഉപയോഗം കാരണം അവയവങ്ങൾ തകരാറിലായാണ് ഇവരുടെ മരണം സംഭവിച്ചത്. മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമായതോടെ രാജ്യത്തെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിലും വൻ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2020-നും 2023-നും ഇടയിൽ കുഷിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയവരുടെ എണ്ണം 4000% വർദ്ധിച്ചതായാണ് കണക്ക്. മയക്കുമരുന്നിന്റെ വ്യാപനം തടയാനാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതേസമയം ലഹരിക്ക് അടിമകളായവരെ പുനരധിവസിപ്പിക്കാനും മറ്റും മതിയായ സൗകര്യങ്ങളില്ലാത്തതും രാജ്യത്ത് വെല്ലുവിളിയാണ്. നിലവിൽ ഫ്രീ ടൗണിൽ മാത്രമാണ് പുനരധിവാസ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. 100ഓളം കിടക്കകളുള്ള ഈ കേന്ദ്രം ഒരു സൈനിക പരിശീലന കേന്ദ്രത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും തിടുക്കത്തിലാണ് ഇത് നിർമ്മിച്ചതെന്നും റിപ്പോർട്ടുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. ആഗോളതലത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2020-ൽ 275 ദശലക്ഷം ആളുകൾ മയക്കുമരുന്നിന് അടിമപ്പെട്ടുവെന്നാണ് സൂചിപ്പിക്കുന്നത്. 2010-ലെ കണക്കിനെ അപേക്ഷിച്ച് 22% വർധനവുണ്ടായി. 2010-നും 2022-നും ഇടയിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഏകദേശം
18% വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ലോകമെമ്പാടുമുള്ള മയക്കുമരുന്ന് ദുരുപയോഗ ഭീഷണിയുടെ തോത് പ്രതിഫലിപ്പിക്കുന്നതാണ് കണക്കുകൾ. എല്ലാ രാജ്യങ്ങളിലും മയക്കുമരുന്ന് ഉപയോഗം ഓരോ വർഷവും കൂടി വരികയാണ്. എന്താണ് മയക്കുമരുന്നുകൾ എന്ന് അറിയാനോ അല്ലെങ്കിൽ ഒരു തവണ ഉപയോഗിച്ചിട്ട് നിർത്താമെന്ന് കരുതിയോ ലഹരി ഉപയോഗം തുടങ്ങുകയാണെങ്കിൽ ഓർക്കുക, ലഹരി തിരിച്ചു വരാനാകാത്ത വിധം നമ്മളെ കീഴ്പ്പെടുത്തി കളയും. അത് സമൂഹത്തിന് തന്നെ മഹാവിപത്താണ്. ലഹരിക്ക് അടിമപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാത്രമല്ല നശിപ്പിക്കുന്നത്, നിങ്ങളുടെ മാനസിക നില തെറ്റി തുടങ്ങുമ്പോൾ നിങ്ങൾ ഇല്ലാതാക്കുന്നത് മറ്റു ജീവനുകൾ കൂടെയാണ്.